നമ്മുടെ പ്രകാശത്തെ ഒന്നുകൂടി കത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിന് തീ കത്തിക്കുവാനായിട്ട്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നുകൂടി ആളിക്കത്തുവാനായിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരുപാട് ജനത്തെ കാണാം. അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് ആവശ്യമാണ്, അല്ലേ? ആവശ്യമില്ലേ? അവര് നമ്മൾ ഒരുപോലെ പോവാൻ, അവര് കഷ്ടപ്പാടിലൂടെ നമ്മളും കഷ്ടപ്പാടിലൂടെ, അവര് സംസാരിക്കുന്നതിന് നമ്മൾ സംസാരിക്കുന്നു, അവരുടെ കുടുംബജീവിതം പോലെ തന്നെ നമ്മുടെ ജീവിതം, അവരുടെ മക്കൾ പോലെ തന്നെ നമ്മുടെ ജീവിതം. എങ്കിൽ നമുക്കൊരു വ്യത്യാസമില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ കടന്നു വരുന്നതും കുർബാനയിൽ പങ്കെടുക്കുന്നതും വീട്ടിൽ കുന്ത നമസ്കാരങ്ങൾ ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടോ? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റത്തെ ആവശ്യമാണ്. മറ്റുള്ളവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണപ്പെടാത്തതിന്റെ ദൃഢനിശ്ചയവും എന്ന്. ഒന്നും കാണുന്നില്ല. ഒരു ഭവനമായിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ മുമ്പിൽ ഭവനമില്ല, പിന്നെ എങ്ങനെ? നിങ്ങളുടെ മുമ്പിൽ രോഗമായിരിക്കാമുള്ളത്, സൗഖ്യമില്ല. അതാണ് വിശ്വാസം എന്നതോ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒരു ഭവനം വേണം, നിങ്ങളുടെ രോഗസൗഖ്യം, സാമ്പത്തിക വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വചനം എന്നുള്ളതിന്റെ ഉറപ്പാണ്. ക്രിസ്തുവിൽ എനിക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതിന്റെ ഉറപ്പാണ് വിശ്വാസം. വചനം പറയുന്നത് വിശ്വാസമില്ലാതെ കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നമ്മുടെ വിശ്വാസം, എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ ദൈവം എന്റെ മകന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തും, എന്റെ കർത്താവിന്റെ മകളുടെ എന്റെ വിവാഹത്തിന് വേണ്ടി ഒരു വഴി തുറക്കും, എനിക്ക് എന്റെ ഈശോ എനിക്കൊരു വീട് തരും. അതാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരിലും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പ്രവർത്തിക്കാൻ അവൻ സന്നദ്ധനാണ്. അവൻ കാത്തിരിക്കുകയാണ്, അവൻ നോക്കുകയാണ്. എന്റെ മകൻ, എന്റെ മകൾ, അവരുടെ ഹൃദയം വിശ്വാസത്താൽ തുറക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ നമ്മുടെ യേശു സന്നദ്ധനാണ്. നമ്മളാണ് അതിനു വേണ്ടി വഴി തുറക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം അങ്ങനെ മാത്രമല്ല, ദൈവവുമായിട്ടൊരു ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുമായി, ഭർത്താവുമായി, ഭാര്യയുമായി ഒരു ബന്ധം. അതിനുപരി എന്റെ യേശുവുമായി, എന്റെ കടം, എന്റെ വേദനയുടെ സന്ദർഭത്തിൽ എന്റെ യേശുവേ, നീ എന്റെ വേദന സഹിച്ചു, എന്റെ വേദന ഏറ്റെടുത്തതിനാൽ ഞാൻ സൗഖ്യമുള്ളവനായി. കർത്താവ് കാത്തിരിക്കുകയാണത് കേൾക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാരിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒന്നുമില്ല, ശൂന്യമായി കിടക്കുന്ന ഭൂമിയിൽ പറഞ്ഞു ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളാണ്. മക്കളെങ്കിൽ അവകാശികൾ എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അപ്പൻ പറഞ്ഞു ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ, ഉണ്ടായി. അപ്പൊ ആ അപ്പന്റെ മക്കളാണ് നമ്മൾ. ആ അപ്പൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുമ്പോൾ അത് ക്രിയ നടക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം, ദൈവവചനം നമ്മൾ സംസാരിക്കുമ്പോൾ അത് ക്രിയ നടക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. നിങ്ങൾ നടന്നു പോകുമ്പോൾ എന്റെ ഫോൺ കോൾ വരുന്നു, ഇത് സാധ്യമല്ല, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ, കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾ മൂലം അത് മാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ ആണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ പറയുക, എന്റെ ദൈവം ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. ആമേൻ. 1
സൂര്യൻ നാളെ നിങ്ങളുടെ പ്രകാശം വരും. നിങ്ങളെ അപമാനിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ നീ മധ്യസ്ഥനാണ് കർത്താവേ, അവൻ ചെയ്തിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിത സാക്ഷ്യങ്ങൾ മൂലം മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായാലും ഞങ്ങളുടെ ഭവനത്തിന്റെ മേഖലയിലും സമ്പത്തിന്റെ മേഖലയിലും പ്രശ്നങ്ങളുടെ മേഖലയിലെല്ലാം കർത്താവ് ഞങ്ങൾക്ക് ജയം തന്നത് അവന്റെ വചനം സംസാരിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ തല്ലിപ്പൊളിയായിരിക്കാം. നിങ്ങളുടെ മക്കൾ ചിലപ്പം മാതാപിതാക്കന്മാരോട് നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തവരായിരിക്കാം. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നുണ്ടാകില്ല. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാകില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കർത്താവ് എന്റെ മക്കളെ നയിക്കാനുള്ള ജ്ഞാനത്തെ എനിക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി കിടന്നുറങ്ങി. പക്ഷെ അവന് രാത്രി 12 മണിയാണ്. വീട്ടിൽ തൊട്ടടുത്ത് രാമക്കെട്ടുണ്ട്. അവൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വരും. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴും മോന് വേണ്ടി പോയി അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ മോൻ പറയണം, മമ്മി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഞാൻ ഇന്നലെ നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം എനിക്ക് ബൈക്ക് എടുത്ത് പുറത്തു പോകാൻ തോന്നി. അങ്ങനെ എൻ്റെ പോക്കറ്റ് ലൂസായിരുന്നു. എൻ്റെ മൊബൈൽ കാണുന്നില്ല. 25,000 രൂപയുടെ മൊബൈലാണ്. സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, നീ ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ. എഴുന്നേറ്റ് വരുമ്പോൾ ആ മകനെയായിരുന്നു കാണാതെ പോയിരുന്നെങ്കിൽ അവൻ ആ ബൈക്ക് എടുക്കാൻ തോന്നിയത് തെറ്റാണ്. അവിടെ വീണ് ആക്സിഡന്റ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് ഞാൻ റൂമിൽ കടന്നു വരുമ്പോൾ എൻ്റെ മകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിലും അതുപോലെ 25,000 രൂപയുടെ ഒരു മൊബൈൽ കർത്താവിന് തരാൻ സാധിക്കും. എന്നാൽ നമ്മുടെ മക്കളെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, സ്നേഹത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മോൻ വീട്ടിൽ വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങളുടെ കോളേജിൽ വലിയ പ്രോഗ്രാം നടത്തിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വലിയ ഫംഗ്ഷനാണ്, ഡാൻസ്